ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 934 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത 91 സങ്കീർത്തനം 11 തിരുവചനമാണ്. നിന്റെ സകല വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ മാലാഖമാരോട് കൽപ്പിക്കും. എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുവാനും തുടങ്ങും. ഒരിക്കൽ ഒരു കാലിച്ചെറുക്കൻ കാട്ടിലൂടെ തൻ്റെ പൈക്കളെ മേയിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പശുക്കുട്ടികളെയൊക്കെ എണ്ണി നോക്കി, ഒരെണ്ണം കുറവുണ്ട്. അവന് വലിയ സങ്കടമായി. വന്ന വഴികളിലൂടെ അവൻ അന്വേഷിച്ച് പോയി, എന്നാൽ കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. അവനൊരു നേർച്ച നേർന്നു, എൻ്റെ പശുക്കുട്ടിയെ കിട്ടുകയാണ് എങ്കിൽ ഒരാടിനെ ഞാൻ നേർച്ചയായി വഴിപാടായി തന്നുകൊള്ളാം. എന്നിട്ട് വീണ്ടും അന്വേഷിക്കുവാൻ തുടങ്ങി. ഏറെ നേരം അന്വേഷിച്ചു, കിട്ടിയില്ല. അവൻ ദൈവത്തോട് പിറുപിറുക്കുവാനായിട്ട് തുടങ്ങി. പിറുപിറുത്ത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുവാനായിട്ട് ഭാവിക്കുമ്പോൾ അവനൊരു കാഴ്ച കണ്ടു. തൻ്റെ പശുക്കുട്ടിയെ ഒരു സിംഹം തിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. അവൻ പൊടുന്നനെ മറ്റൊരു നേർച്ച നേരുകയാണ്. ദൈവമേ, ഈ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കുകയാണ് എങ്കിൽ ഒരു കാളയെ നേർച്ചയായി നൽകിക്കൊള്ളാം എന്ന്. ദൈവത്തോട് പിറുപിറുത്തവൻ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, മനുഷ്യരായ നമ്മൾ ഭാഗികമായി മാത്രമാണ് കാണുന്നത്. എന്നാൽ എല്ലാം കാണുന്നു എന്ന ഭാവമാണ് നമുക്കുള്ളത്. ദൈവമാണ് എല്ലാം കാണുന്നത്. ദൈവം കാണുന്നു എന്ന് മാത്രമല്ല, മതിയായ സംരക്ഷണവും നമുക്ക് നൽകുന്നുണ്ട്. നിന്റെ വഴികളിലൊക്കെയും നിനക്ക് സംരക്ഷണം നൽകുന്ന ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് സാധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതാണ് ദൈവം നൽകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരുവാനായിട്ട് നമുക്കെല്ലാം സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.